welcome back to Learning Hub. Let's learn together with Dhanya. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോണത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഫുൾ ഇപ്പം തന്നെ പഠിക്കുക. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് മാത്രമാണ് വായിക്കുന്നത്, അതിനുശേഷം ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി APEDA is situated at options New Delhi, Mumbai, Chennai, Bangalore. Okay, question number 2, who is considered as the father of modern banking? Options Hugh McKellar, B. Walter Backward, C. King Armstrong, D. William Obsom. Question number 3, not a system of finance at all but one of camel. Choose the suitable answer from the following. Options brigade loan, Thakkavi loan, special loan, seed loan. Question number 4, which of the following is related to cooperative management? Options law oriented, autocratic leadership, profit oriented, none of these. Question number 5, object of linking of credit with marketing is? Options increase production, increase loan, reduce overdue, reduce loan supply. Question number 6, which is considered as roof organization of all cooperatives in Israel? Options Histadrut, Zionist, Hebrat Ovdim, Kibbutz. Question number 7, outright purchase scheme was recommended by? Options V.L. Mehta, M.L. Darling, H. Calvert, D.R. Gargil. Question number 8, which of the following is related to Indian currency's security system? Options intaglio printing, Swachh Bharat logo, C. guarantee clause, D. all of these. Question number 9, dash is a written document which creates a right in favor of some person and which is freely transferable. Options negotiable instrument, B. deposits, C. loans, D. none of these. Question number 10, payment bank receives dash. Options current and savings deposit, B. RD and FD, C. SB and FD, D. FD and SB. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. നമ്മളിനി ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആൻസറൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, Agriculture and Processed Food Products Export Development Authority APEDA is situated at Answer, New Delhi. Okay, Agriculture and Processed Food Products Export Development Authority established ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് ഈ APEDA അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആക്ട് പ്രകാരമാണ്. അപ്പം അത് പാർലമെന്റിൽ പാസ്സാക്കിയിട്ടുള്ളത് ഡിസംബർ 1985 അത് നിലവിൽ വന്നത് 13 ഫെബ്രുവരി 1986 ഓക്കെ, സോ APEDA ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറൈൻ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ MPEDA. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെങ്കിൽ അത് കൊച്ചിയിലാണ് കേട്ടോ. MPEDA കൊച്ചിയിലാണ്, APEDA New Delhi. Okay. Question number 2, who is considered as the father of modern banking? Father of modern banking എന്ന് അറിയപ്പെട്ടിട്ടുള്ളത് ഹ്യൂ മെക്കല്ല ആണ്. ഓക്കെ, ഹ്യൂ മെക്കല്ല. അപ്പം അദ്ദേഹം ആദ്യത്തെ കറൻസിയുടെ ആദ്യത്തെ കൺട്രോളർ ആയിരുന്നു. ഫസ്റ്റ് കൺട്രോളർ ഓഫ് കറൻസി വാസ് ഹ്യൂ മെക്കല്ല. അപ്പോൾ ആള് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, അമേരിക്കൻ ഫിനാൻഷ്യർ ആണ് ഹ്യൂ മെക്കല്ല. ഓക്കെ. Okay, next third question, not a system of finance at all but one of camel. അപ്പം നമ്മുടെ ഫൈനാൻസിൽ വരുന്ന ഒരു സിസ്റ്റം അല്ല ഇത്. അപ്പോൾ നമുക്ക് ലോൺസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലോൺ അല്ല, പക്ഷെ ക്യാമലിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതാണത്? അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ ബി, തക്കാവി ലോൺ. അപ്പം തക്കാവി ലോൺ എന്ന് പറയുന്നത് പാവപ്പെട്ട കൃഷിക്കാർക്ക് ഈ പറഞ്ഞ പോലെ വിത്തുകൾ, സീഡ്സ് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ്, മറ്റ് എക്യുപ്മെന്റ്സ്, അതുപോലെ തന്നെ മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്ന ഷോർട്ട് ടേം ലോൺ ആയിരുന്നു തക്കാവി ലോൺ. ഓക്കെ, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് സിസ്റ്റവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, ഫൈനാൻസിൽ വരുന്നൊരു ലോൺ സിസ്റ്റം ഒന്നും അല്ല തക്കാവി ലോൺ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4,
Which of the following is related to cooperative management? Okay, അപ്പോൾ cooperative managementുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ, ലോ ഓറിയന്റഡ് ആണ്. ഓക്കെ, അപ്പം ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പും അല്ല, പ്രോഫിറ്റ് ഓറിയന്റഡും അല്ല. കാരണം അറിയാം, നമുക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് അല്ല, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഓറിയന്റഡും അല്ല. ഓക്കെ, സോ ആൻസർ ഇസ് ലോ ഓറിയന്റഡ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഒബ്ജക്റ്റ് ഓഫ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പം ക്രെഡിറ്റ് മാർക്കറ്റിംഗുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി, ടു റെഡ്യൂസ് ഓവർഡ്യൂ. ഓവർഡ്യൂസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 6, which is considered as the roof organization of all cooperatives in Israel. ഓക്കെ, ഇസ്രായേലിലെ എല്ലാ കോപ്പറേറ്റീവ്സിന്റെ ഒരു റൂഫ് ഓർഗനൈസേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏത് അതാണെന്നാണ്. ഓക്കെ, ഹെവ്രാട്ട് ഓവ്ഡിം ആണ്. ഹെവ്രാട്ട് ഹ ഓവ്ഡിം അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എല്ലാ കോപ്പറേറ്റീവ്സിന്റെയും റൂഫ് ഓർഗനൈസേഷൻ ആണ്. അപ്പം അത് റൺ ചെയ്യുന്നത് ഹിസ്റ്റാഡറ്റും അതിലുള്ള മെമ്പേഴ്സും കൂടി തന്നെയാണ് ഹെവ്രാട്ട് ഓവ്ഡിം റൺ ചെയ്യുന്നത്. അപ്പം അത് മറ്റുള്ള എല്ലാ കോപ്പറേറ്റീവ്സിന്റെയും റൂഫ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, ഇസ്രായേലിൽ. Question number 7, outright purchase scheme was recommended by. Outright purchase scheme recommend ചെയ്തിട്ടുള്ളത് ആൻസർ VL Mehta. Okay, outright purchase scheme was recommended by VL Mehta. Okay, question number 8, which of the following is related to Indian currency security system? അപ്പം ഇന്ത്യൻ കറൻസി സെക്യൂരിറ്റി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏത്? ഓക്കെ, ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഇൻടാഗ്ലിയോ പ്രിന്റിംഗ്, സ്വച്ഛ് ഭാരത് ലോഗോ, ഗ്യാരണ്ടി ക്ലോസ്. അപ്പം ഇത് മൂന്നും ഇന്ത്യൻ കറൻസി സിസ്റ്റം സെക്യൂരിറ്റി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഒരു നോട്ട്, അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ ഫോട്ടോ ഉള്ള നമ്മുടെ നോട്ട് ഉണ്ടല്ലോ, പൈസ, അപ്പം അതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ സെക്യൂരിറ്റി സിസ്റ്റം ആയിട്ട് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഇൻടാഗ്ലിയോ പ്രിന്റിംഗ്, അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് ലോഗോ, പിന്നെ ഗ്യാരണ്ടി ക്ലോസ് ഒക്കെ ഉണ്ട്, നമ്മുടെ ഗവർണർ സൈൻ. അപ്പം അങ്ങനെ ആ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിൽ. അതായത് കറൻസിയുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ഇത് മൂന്നും അതിൽ പെടുന്നതാണ് കേട്ടോ. ഇൻടാഗ്ലിയോ പ്രിന്റിംഗ്, സ്വച്ഛ് ഭാരത് ലോഗോ, ഗ്യാരണ്ടി ക്ലോസ്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, question number 9, dash is a written document which create a right in favor of some person and which is freely transferable. Okay, അപ്പം ഒരു റിട്ടേൺ ഡോക്യുമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ഒരാൾക്ക് ഫേവർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതിന് പറയുന്നത് പേരെന്താണ്? ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇസ് എ റിട്ടേൺ ഡോക്യുമെന്റ് വിച്ച് ക്രിയേറ്റ് എ റൈറ്റ് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ ആൻഡ് വിച്ച് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഓക്കെ, അപ്പം ആ ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പേയ്മെന്റ് ടു എ സ്പെസിഫിക് പേഴ്സൺ, ഇന്ന ആൾക്ക് നമുക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആരാണോ ആ ഇൻസ്ട്രുമെന്റ് വഹിക്കേണ്ടത്, ഓക്കെ, അവരുടെ പേര്. അപ്പൊ ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ പേയ്മെന്റ് ആർക്കാണോ നടത്തേണ്ടത്, അതല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ്, ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആരുടെ കയ്യിലാണോ വെക്കുന്നത് അവരുടെ പേരുണ്ടാവും. അതായത് ഏത് ഡേറ്റിലാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത് അതും ഉണ്ടാവും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റ് ദാറ്റ് സ്പെസിഫൈസ് the payment to a specific person or the bearer of the instrument at a specific date. Okay, അപ്പം ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ പ്രകാരം നമുക്കറിയാം NI ആക്ട്. അപ്പം NI ആക്ട് പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. പക്ഷെ അതിൽ NI ആക്ടിൽ സെക്ഷൻ 13 പ്രകാരം 3 തരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പ്രോമിസറി നോട്ടും ബിൽസ് ഓഫ് എക്സ്ചേഞ്ചും ചെക്കും. ഓക്കെ, അപ്പം അതിൽ പ്രോമിസറി നോട്ട് സെക്ഷൻ 4-ലും ബിൽ ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5-ലും ചെക്ക് സെക്ഷൻ 6-ലുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം NI ആക്ടിലെ സെക്ഷൻ 13 പ്രകാരം 3 തരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പ്രോമിസറി നോട്ട് സെക്ഷൻ 4-ല്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് സെക്ഷൻ 5-ല് ആൻഡ് ചെക്ക് സെക്ഷൻ 6-ല്. ഓക്കെ, അതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. അടുത്തത് 10th question, പേയ്മെന്റ് ബാങ്ക്സ് റിസീവ്സ് ഡാഷ്. ഇപ്പൊ പേയ്മെന്റ് ബാങ്ക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, എയർടെൽ പേയ്മെന്റ് ബാങ്ക്സ്, അങ്ങനെ ഇപ്പൊ പേയ്മെന്റ് ബാങ്ക്സ് ഒരു 5-6 നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ആ പേയ്മെന്റ് ബാങ്ക്സ് എന്തൊക്കെ തരം ഡെപ്പോസിറ്റ്സ് ആണ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ കറന്റ് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും മാത്രമാണ്
പേയ്മെന്റ് ബാങ്ക്സ് റിസീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ പേയ്മെന്റ് ബാങ്ക്സ് നമ്മുടെ ഇന്ത്യയിലുള്ള പേയ്മെന്റ് ബാങ്ക്സിന് ക്രെഡിറ്റ് കൊടുക്കാനോ ഇപ്പോൾ ലോൺസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് ഓർ ലോൺസ് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റില്ല. ക്രെഡിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോൺ ആയിട്ടോ പേയ്മെന്റ് ബാങ്ക്സിന് ഒരിക്കലും കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ അവർക്ക് ഡെപ്പോസിറ്റ്സ് വാങ്ങാനാണെങ്കിലും 2 ലക്ഷം ഒരു കസ്റ്റമറിൽ നിന്ന് 2 ലക്ഷം റെസ്ട്രിക്റ്റഡ് ഡെപ്പോസിറ്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാനുള്ള പെർമിഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പം സേവിങ്സ് അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പേയ്മെന്റ് ബാങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. പക്ഷെ അത് 2 ലക്ഷം വരെയുള്ള റെസ്ട്രിക്റ്റഡ് ഡെപ്പോസിറ്റ് ആണ് പറ്റുന്നത്. FD ഒന്നും പറ്റില്ല കേട്ടോ, FD ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ ക്രെഡിറ്റോ ലോണോ ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. ഇത്രയും പേയ്മെന്റ് ബാങ്ക്സിന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ, നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.